മ്യൂസിക് കോമ്പറ്റീഷനായിട്ട് ഇവിടെ എത്തുന്നു. ഭാസ്കർ ലാൽ ആൻഡ് രതീഷ്. രതീഷ്, എവിടെയാണ് വീട്? എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാന അടുത്ത് മണ്ണക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. കോട്ടയംകാരൻ. എക്സൈറ്റഡ് ആവുമ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് അല്ലേ? ഗ്രൂമിംഗിൽ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ എക്സൈറ്റ്മെന്റ് അങ്ങനെ നിന്നോട്ടെ. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട, സ്വസ്ഥമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അവിടെ എന്താ ചെയ്യണേ കുറവിലങ്ങാട്? ഞാൻ BPCL കൊച്ചിൻ റിഫൈനറിയിൽ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിൻ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ കൂടെ മിമിക്രിയും കൂടി കൊണ്ടുപോകുന്നു. അതെ, എന്റെ മിമിക്രി പോകുന്നു. ആരൊക്കെയാ ലിസ്റ്റിലുള്ള? എൻ്റെ ഇഷ്ടം ഹരിശ്രീ അശോകൻ, ജനാർദ്ദനൻ ചേട്ടൻ, കൊച്ചിൻ ഖനീഫക്ക. ഭാസ്കർ ലാൽ, വെൽക്കം. ഭാസ്കർ ലാൽ എത്രയോ വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള ആളാണ് അല്ലേ? അതെ. ഭാസ്കർ ലാൽ എന്ത് ചെയ്യുന്നു ശരിക്കും? വേറെ ജോലി? ഞാൻ എൻ്റെ മ്യൂസിക്കാണ് ഉജ്ജന മാർഗം. മ്യൂസിക്കാണ്. ഞാൻ മല്ലശ്ശേരി തെങ്കാശി മല്ലശ്ശേരി ഓർക്കസ്ട്രേൻ്റെ ട്രൂപ്പാണ്. ഓ, അത് ശരി. ഓക്കെ. വീട് എവിടെയാണ് അപ്പോൾ? കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കടുത്ത് തേവലക്കര എന്ന ഗ്രാമത്തിലാണ് വീട്. ഓക്കെ. പിന്നെ പ്രിൻസ് അരിപ്പാട് എൻ്റെ ചേട്ടനാണ്. പ്രിൻസിന്റെ അനിയനാണോ നിങ്ങൾ? അതെ, എൻ്റെ വല്യമ്മയുടെ മോനാണ്. ആണല്ലേ. പ്രിൻസ് എൽസമ്മ എന്ന ആൺകുട്ടിയിലല്ലേ? എൽസമ്മ എന്ന ആൺകുട്ടിയിൽ ജഗദീശേട്ടന്റെ കൂട്ടത്തിൽ ഒരു പ്യൂണായിട്ട് അഭിനയിച്ച എല്ലാ സീനിനും കൈഡി മേടിച്ച ഒരു, ഞങ്ങളോടൊക്കെ ഒരുപാട് സ്റ്റേ ചെയ്തിട്ടുള്ളൊരു പ്രഗത്ഭനായ കലാകാരനായിരുന്നു. കാലത്ത് പെട്ടെന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹം. പ്രിൻസ് അണ്ണനാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിലും എല്ലായിടത്തും കൊണ്ടുപോകുന്നതാണ് മ്യൂസിക്കിലൊക്കെ. ആദ്യമായിട്ട് കോട്ടയം കലാഭവൻ ട്രൂപ്പ്. പ്രിൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എപ്പോഴൊക്കെയോ ഏതൊക്കെയോ എപ്പിസോഡുകൾ, ഒന്നിലധികം എപ്പിസോഡുകളിൽ ഈ പരിപാടി വന്നു പോകേണ്ട ഒരു കലാകാരനായിരുന്നു പ്രിൻസ്. എൻ്റെ SP ബാലസുബ്രഹ്മണ്യ, MG ശ്രീകുമാർ, വീരമണി. നമ്പർ 5. Let's open number 5. MG ശ്രീകുമാർ ഇവിടെ ലിസ്റ്റിലുള്ള ആളാണ്. നമുക്ക് എന്നാലും ശ്രമിച്ചേ പറ്റുള്ളൂ. മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ. അറിയൊന്നു സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് ക്യാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ കേൾക്കണം. MG ശ്രീകുമാർ. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. നീയും വരന്റെ പെങ്ങളായി നിന്ന് വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിന് ചിറകടിച്ച് നീ പലയിടങ്ങളിൽ പരപരക്കണ. സുന്ദരി നാളെയാണ് താലിമംഗളം. നമ്പർ 1-16 8. Let's open number 8. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുമി കൂട്ടുകൂടി പിണങ്ങും. അല്ലല്ല, ഇതുപോലെ ഇത് ശരിയായിട്ടില്ല. താളം മാറ്റണം, രാഗം മാറ്റണം, എല്ലാം മാറ്റണം. സപ്തസ്വരങ്ങളുണ്ടല്ലോ, നമുക്ക് അത് തന്നെ പിടിക്കാം. നമുക്ക് ഭൂപാളം ഒന്ന് പിടിച്ചു നോക്കൂ. അതുകൊണ്ട് നമ്പർ 9. Let's open number 9. അറിഞ്ഞിരുന്നില്ല. അതും താടിയും മീശയും ഇല്ലാത്ത പിഷാരടി വേണം. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതിനിടയ്ക്ക് ഇരിക്കുന്ന ധർമ്മജൻ ഷർട്ടിൻ സെഡ് ചെയ്ത് കണ്ടില്ല, പഴമൊരു റബ്ബർ ബാൻഡ് ഇട്ട പോലെയാ. ഏത് വേദി ചെന്ന് കഴിഞ്ഞാലും എനിക്ക് ധർമ്മനെപ്പറ്റി 2 വാക്ക് പറഞ്ഞത് എനിക്ക് ഉറക്കം വരില്ല. ഞാനും ധർമ്മനും ഒക്കെ പണ്ട് SLCക്ക് പഠിക്കുന്ന കാലത്ത് അവന് SLCക്ക് മാർക്ക് 6, 8, 5, 4, 3, 3 എന്നിങ്ങനെയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.
പണിയാണേ. ഇതിലും ഭേദം ബംഗാളികളുടെ കൂടെ കൺസ്ട്രക്ഷന്റെ പണിക്ക് പോണതാ. അപ്പോ നമ്പർ പറയും. 7. 7. Let's open number 7. സന്തോഷ് പണ്ഡിറ്റ്. എന്റെ പടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ പകരം ഫേമസ് പാട്ടുണ്ട്. രാത്രി ശുഭരാ Okay, last number പറയും. 4. Let's open number 4. നിർമ്മൽ പാലാഴി. എന്തോട്ടാ ഈ കാണിക്കുന്നത് നീ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിക്കടാ. കേൾവിയും ശബ്ദവുമില്ലാത്ത ഈ മകന്റെ ചിരകളിൽ നീ വേഗത നിറച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ. Okay, last number പറയും. Number 3. Let's open number 3. ശങ്കർ മഹാദേവ്. വാവാ നക്ഷത്രമേ അന്ത പൂവാന ഉനകുതാനേ പിന്നാമിന്നിക്ക് കാലം വന്നാലെ നീലാകാശത്ത് മായാ നക്ഷത്ര കാവിൽ നിന്നാമടാ കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ എനിക്കു നീ മാപ്പു തരൂ. അല്ല പക്ഷെ നല്ല ശ്രമമാണ്. ആ ട്രോൾ ഇട്ട ആളിനൊരു ട്രോൾ കൊടുക്കാൻ പറ്റുമോ? കാരണം ഇത്രയും പെട്ടെന്ന് ശങ്കർ മഹാദേവ് എന്നൊക്കെ പറഞ്ഞാല് അത്രയെങ്കിലും പാടിയില്ലേ. തെറ്റ് സമ്മതിക്കുന്ന ട്രോളനെ നമ്മൾ ഓക്കെ. അതെ അങ്ങനെ വന്നു ഒരു തണ്ടി. വിഷു സമയമായിട്ടില്ല, ഇങ്ങോട്ട് വരും. അപ്പൊ ഇനി രതീഷിന്റെ ലിസ്റ്റില് 3 പേരും ഉണ്ട്, ഒന്നും ആയിട്ടില്ല അല്ലെ? അപ്പൊ ഹരിശ്രീ ദേശോകനിൽ തുടങ്ങാം അല്ലെ? ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് മിസ്റ്റർ രാമനാഥൻ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിനൊരു പുണ്ണാക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഡേസിയും അപ്പവും തമ്മിലുള്ള പ്രേമം കാതമാണ്. ചെങ്ങമ്പടിയും രമണ്ണയും പോലെ, നയനാരും കരുണാകരനും പോലെ. ഇതേപ്പറ്റി എന്റെ അഭിപ്രായത്തിൽ അവൻ കാണിച്ച തെണ്ടിത്തരം ചെറ്റത്തരാന്ന് പറയാമെന്നപ്പോലെ സാറിനെ തല്ലിയത്. ഗംഭീരമായി. അത് ആരും എടുക്കാത്ത ടൈപ്പ് ഡയലോഗ് കേട്ടോ. അടുത്തത് ഇതൊക്കെ ചോദിക്കാൻ താരാരാ? എടോ, എന്നെ വിലക്കെടുത്താത്ത കോടൂപെടുത്തിറങ്ങിയിരിക്കുകയാണോ? താനൊരു കൊച്ചു പെണ്ണിന്റെ പിറകെ ഒലിപ്പിച്ചു നടക്കുന്ന ഈ കോളേജ് മൊത്തം പാട്ടാ. ഈ കോളേജിൽ തന്നെ മേഴ്സി എന്ന് പറയുന്ന പെൺകുട്ടിയുമായി തനിക്ക് അവീത ബന്ധമുണ്ട് ഇല്ലടോ? ഇയാളെന്നെ മർദ്ദിച്ചു, എന്നെ അടിച്ചു. എടാ, എന്നെ മർദ്ദിച്ച നിന്നെ ഇനി ഈ കോളേജിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. യു ആർ ഡിസ്മിസ്ഡ്. ഗംഭീരായി. അടുത്ത് കൊച്ചിൻ അനീഫിക. ಸಂಬಂಧವಾದ ಸಾಕ್ಷಿಗಳು ಕ್ರಾಸ್ ಕ್ವಶ್ಚನ್ ಕೇಳುವುದಕ್ಕೆ ಮುಂದೆ ನಿಜವಾದ ವಿಷಯವನ್ನು ಬೆಲೆ ಹೇಳಿದ ಕೇಳಿದಾಗಿ ಪ್ರೀತಿಯ ಸ್ನೇಹಿತನು ತನ್ನದಾದ ಸಾಮರ್ಥ್ಯನು ಚೆನ್ನಾಗಿ ಹೇಳಿದರು. ದ ವಿಟ್ನೆಸ್ ಆ್ಯಂಡ್ ಸರ್ಕಮ್ಸ್ಟಾನ್ಸಸ್ ಪ್ರೂವ್ ಆ್ಯಂಡ್ ಡೌಟ್ಫುಲಿ ದ ಅಕ್ಯೂಸ್ಡ್ ಹ್ಯಾಸ್ ರೇಪ್ಡ್ ಸೆಡ್ ಗರ್ಲ್ Mercy very cruelly. And let her threaten her. If she exposes this matter to anyone, she will have to face disaster consequence of it, which would tend up the girl to suicide. So the crime has committed should be looked upon a well-conceived planned brutal murder and rape. നമുക്ക് ഭാസ്കർ ലാലിന്റെ പാട്ടിലേക്ക് കിടക്കാം. അപ്പൊ MG ശ്രീകുമാർ കഴിഞ്ഞു. ഇനി അടുത്തത് SP ബാലസുബ്രഹ്മണ്യം. ശങ്കര നാദ ശരീരാവര വേദ വിഹാര ഹേര ജീവീശ്വര ശങ്കരാ നാദ ശരീരാവര വേദ വിഹാര ഹേര ജീവേശ്വര ശങ്കരാ
വീരമണി. ഇരുമുടിതാകി ഒരു മലതാകി ഗുരുവിനെ വന്തോ ഇരുവിനെ തീർക്കും യവനയ്യോ அந்த திருவடியை காண வந்தோ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് അയ്യപ്പന്മാർകളും കൂകിക്കൊണ്ട് അയ്യനാടിൻ സെന്തിടുവാൻ ശബരിമലയ്ക്ക് സെന്തിടുവാൻ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഗംഭീര പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു, നല്ല സെലക്ഷനുകളായിരുന്നു പാട്ടിന്റെ എല്ലാം കേട്ടോ. വളരെ നന്നായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഒരു ട്രൂപ്പിൽ പാടാൻ ഞാൻ ഒരു ചെറിയൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. റോഡിലൊക്കെ ഇന്ന് പാടും. അപ്പം പ്രൊഫഷണൽ ട്രൂപ്പിലൊക്കെ അവസരം എനിക്കറിയാം ആ കാരണം കൊണ്ട് ലഭിക്കാൻ പോകും. പക്ഷേ ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണും. എൻ്റെ ദൈവം എന്നെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. കലക്കനായിട്ട് ചെയ്തു ഭാസ്കർ. വിഷു അതുപോലെ തന്നെ നമ്മുടെ രതീഷ് ഉണ്ട്. രതീഷ് കാണിച്ച നമ്മൾ പറഞ്ഞ രതീഷ് കാണിച്ച ഡയലോഗുകളെല്ലാം പുതുമയുള്ളതായിരുന്നു. കാരണം നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് വന്നിട്ട് ജനാർദ്ദന ചേട്ടൻ്റെ ശബ്ദം എന്ന് പറയുമ്പം എല്ലാ തുടക്കക്കാരും ഏറ്റവും ആദ്യം എടുക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ട് നമുക്ക് അയ്യോ അത്രയെന്ന് പറയും. പക്ഷേ പുള്ളി പറഞ്ഞ ഡയലോഗുകൾ ഹനീഫിക്ക, അശോകൻ ചേട്ടൻ, എല്ലാവരുടെയും ശബ്ദം ഡയലോഗും ആരും പറയാത്ത ഡയലോഗാണ് പറഞ്ഞത്. ആരും പറയാത്ത ഡയലോഗ് പറയണമെങ്കിലുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മൾ ആ നടനെ തന്നെ കണ്ടുപിടിക്കണം. പറഞ്ഞ ഡയലോഗ് ആണെങ്കിൽ നമ്മൾ മിമിക്രിക്കാരനെ കണ്ടുപിടിച്ചാൽ മതി. 50% എളുപ്പമാണ്. ഒരാൾ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നേരിട്ട് ആ നടനെ കണ്ടുപിടിച്ചാൽ ഇതുപോലത്തെ ഡയലോഗുകൾ വേറെ പുറത്തുനിന്നുള്ള ഡയലോഗുകൾ പഠിക്കാൻ പറ്റുള്ളൂ. അതും ഗംഭീരമായിട്ട് ചെയ്തു. ഒരു കാര്യം കൂടി പറയാം. കോട്ടയം നസീറിന്റെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞു. അത് കോട്ടയം നസീറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോട്ടയം നസീറിന്റെ ഒരു ഇമിറ്റേഷൻ ചെയ്യില്ലേ, ശബ്ദം ചെയ്യില്ലേ അല്ലേ? അപ്പൊ അതൊന്ന് കേട്ടാലോ. എല്ലാവർക്കും നമസ്കാരം. മിമിക്രി വേദിയിലൂടെയും സിനിമകളിലൂടെയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ നിങ്ങളൊപ്പമുണ്ട്. ഇതാദ്യമായി ഒരു ചിത്രകാരനായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. ഡ്രീംസ് ഓഫ് കളേഴ്സ് എന്ന പേരിൽ ഞാൻ വരച്ച 50 ചിത്രങ്ങളൊരു പ്രദർശനം ഒക്ടോബർ മാസം 2 മുതൽ 18 വരെ എറണാകുളം ദർബാർ ഹാൾ വെച്ച് നടക്കുകയാണ്. രാവിലെ 11 മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് പ്രദർശനം. പ്രദർശനത്തിനോടൊപ്പം ആവശ്യക്കാർക്ക് ചിത്രങ്ങൾ വാങ്ങാവുന്നതാണ്. പെയിൻറ്റിങ്ങുകൾ വിറ്റുകിട്ടുന്ന തുകയിൽ നിന്നും ഒരു വിഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വരണം, പ്രദർശനം കാണാൻ വരണം. ഗംഭീരായിട്ടുണ്ട്. ആരും പറയാത്ത കുറെ ഡയലോഗ് അത് കണ്ടുപഠിച്ചാണ്. കാര്യം സാധാരണ മിമിക്രിക്കാരെല്ലാം ചെയ്യുന്നത് വർഷങ്ങളായിട്ട് പറയുന്ന ഡയലോഗാണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും മാറ്റം വന്നത്. കുറേ വർഷങ്ങളായിട്ട് സ്ഥിരം ഡയലോഗ് തന്നെ എല്ലാം ഏത് തന്നെ പറഞ്ഞാലും ആ ഡയലോഗ് അടുത്താടുമെന്ന് പറയും. 5 ദിവസം മിമിക്സ് ഉണ്ടെങ്കിൽ 5 ദിവസം സ്റ്റാർ ചെയ്താൽ 5 ദിവസം ജനാർദ്ദനെ കാണും, സെയിം ഡയലോഗ് ആയിരിക്കും. പക്ഷേ വെറൈറ്റി ആയിട്ട് ഗംഭീരമായിരുന്നു. ലാസ്റ്റ് നസീർക്ക പറഞ്ഞത് അടിപൊളിയായിരുന്നു. പിന്നെ ഭാസ്കർ ഗംഭീരമായിരുന്നു കേട്ടോ പാട്ടെല്ലാം. ആ ശങ്കർ മഹാദേവൻ്റെ ഫസ്റ്റ് അത് തന്നെ ആ തിങ്സൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ പാവപ്പെട്ട മനുഷ്യനെ ട്രോളി കളഞ്ഞു. അതെ അതെ അതെ. എന്തായാലും അത് ബെസ്റ്റ് അടിപൊളി. രണ്ടുപേരെയും കൈപിടിച്ച് ഏൽപ്പിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. വരൂ. Yeah.